ഹായ് ഓൾ, വെൽക്കം ടു ദി ഏജ് ലൈഫ് മാപ്പ്. നമ്മളിന്ന് ചിക്കമാംഗ്ലൂരാണ് പോകുന്നത്. ചിക്കമാംഗ്ലൂർ നമ്മൾ ജസ്റ്റ് 1 day സ്റ്റേ ആണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ദി ഗ്രാൻഡ് റിട്രീറ്റ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ ചിക്കമാംഗ്ലൂരുള്ള റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തത്. നമ്മൾ റിസോർട്ട് എത്തി, രാവിലെ തന്നെ ചെക്ക് ഇൻ ചെയ്തു. അതിൻ്റെ ഒരു സറൗണ്ടിങ്സ് ആണ് ഇത്. വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ നേച്ചറാണ്. ഞാനതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് മോർണിംഗിൽ അവിടുത്തെ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്യുന്ന ആ ഒരു ഏരിയ, ജസ്റ്റ് നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇതേപോലെ ഓരോ വില്ല ആയിട്ട് ഹൗസസ് ഉണ്ട്. അതിലൊരെണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്തത്, ഇൻഡിവിജ്വൽ ഹോം സ്റ്റേ പോലെ. നമുക്ക് അതിൻ്റെ അകത്തോട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നല്ല സ്പേഷ്യസ് ആണ് റൂം. വളരെ നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു മാസ്റ്റർ ബെഡ് ഉണ്ട്, അതേപോലെ സോഫാസും നല്ല രീതിക്കുള്ള ചെയേഴ്സും. നല്ല നേരിട്ട് നമ്മൾ നോക്കുമ്പോൾ നല്ല വലുപ്പമുള്ള റൂമാണ് വീഡിയോയിൽ കാണുന്നേക്കാളും. അതേപോലെ തന്നെ നമ്മൾ അകത്തോട്ട് പോയി നോക്കുന്നുണ്ട് ഓരോന്നായിട്ട്. കബോർഡ്സൊക്കെ തന്നെ ആയിരുന്നാലും നല്ല സ്പേഷ്യസ് ആണ്. നല്ല ഫുൾ ലെങ്ത് ആയിട്ടുള്ള സ്ലൈഡിങ് ഡോറും അതേപോലെ തന്നെ മിറേഴ്സും ഒക്കെ ഉണ്ട്. ആ മിറേഴ്സ്, സ്ലൈഡിങ് ഡോറ് നമുക്ക് കൺവീനിയൻസിനനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാം. അതേപോലെ വാഷ്റൂം, ബാത്റൂം ആണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഒരു ബാറ്റപ്പ് കൂടെ ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ടൊന്ന് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് നമ്മളൊരു സെൽഫിയൊക്കെ എടുത്തു. ഡൈനിങ് ഏരിയ ആണെങ്കിൽ ഒരു മോഡുലർ കിച്ചൺ പോലത്തെ ഒരു ഇതാണ് വന്നിട്ടുള്ളത്. ഒരു ഫാമിലിക്ക് സുഖമായിട്ട് നിൽക്കാം. സിമ്പിളായിട്ടുള്ള കെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ എന്തെങ്കിലും ചൂടാക്കാനായിട്ട്. ഇനിയാണ് ഒരു സർപ്രൈസിങ് ഫാക്റ്റ് ഉള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. നല്ലൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. നമ്മളൊരു പ്രൈവറ്റ് പൂളൂടെ ഉള്ളൊരു റൂമാണ് ഓപ്റ്റ് ചെയ്തത്, കോമൺ പൂളല്ല. അത് കാരണം നമുക്ക് അത്യാവശ്യം നല്ല ഡെപ്ത് ഉള്ള പൂളാണ്. അതായത് 5.5 അറൗണ്ട് ഇഞ്ചസ് ഉള്ള പൂളാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും നമുക്കത് വെള്ളം കുറയ്ക്കാൻ പറ്റില്ല. സോ ഇതിൻ്റെ സൈഡ് തന്നെ ബേബീസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു പൂളുണ്ട്. ഞാൻ ജസ്റ്റ് അതിലാണ് ഇറങ്ങിയത്. ഹസ്ബൻഡ് ഫുള്ള് പൂളൊക്കെ ഒന്ന് ട്രൈ ചെയ്തു ഇറങ്ങി. നല്ല ആഴം ഉണ്ടായിരുന്നു. പിന്നെ ടെമ്പറേച്ചറും വെതറും ഒക്കെ നല്ലതായത് കാരണം നല്ല ക്ലീനും ആയിരുന്നു. അവർ ക്ലോറിനേറ്റഡ് ഒക്കെ ചെയ്ത് നന്നായിട്ട് ചെയ്യാറുണ്ട്. ചുറ്റുപാട് നല്ല രസമുള്ള നേച്ചറാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആക്ച്വലി. അതിനുശേഷം ഞാനൊന്ന് പുറത്ത് കാണിച്ചു തരാം. ഇതാണ് ജസ്റ്റ് ഔട്ട് സൈഡ് വ്യൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു റിവറൊക്കെ ഫ്ലോ ചെയ്യുന്നുണ്ട് സൈഡിലോട്ട്. നമ്മൾ നന്നായിട്ടത് ആസ്വദിച്ചു. നല്ല രസം ഉണ്ടായിരുന്നു. താഴോട്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമുള്ള ഒരു റിവറാണ്. നല്ല പച്ചപ്പ്, അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പച്ചപ്പും അത്യാവശ്യം നല്ല തണുപ്പും നല്ല കാം നേച്ചറും. ഇത് മൂന്നും ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷം തരുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ജസ്റ്റ് അകത്തും പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി എല്ലാ സ്ഥലമൊക്കെ നോക്കിയിട്ട് നമ്മൾ ലഞ്ച് ഓർഡറാണ് ചെയ്തത്, അലാക്കാട്ടെ. അപ്പം നമുക്കവർ കൊണ്ടുവന്ന് തരുമല്ലോ. നമ്മളത് കഴിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഈവനിങ് ആണ് പിന്നെ പുറത്തോട്ട് ഇറങ്ങിയത്. ഈവനിങ് നല്ല രസമാണ്. തണുപ്പ് കൂടുതലാണെങ്കിലും നമ്മൾ ആ റിവറിൻ്റെ സൈഡിലോട്ടൊക്കെ ഒന്ന് പോയി നന്നായിട്ട് ആസ്വദിച്ചു. അതിനുശേഷം നമ്മൾ വിചാരിച്ചു കുറച്ചൊന്ന് നമുക്ക് ഫ്രണ്ടിലോട്ട് നടന്ന് ആ റിസപ്ഷൻ ഏരിയയും വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന്. സൈക്ലിംഗ് ചെയ്യണമെന്നുള്ളവർക്ക് സൈക്ലിംഗ് ചെയ്യാം. നമ്മൾ അന്ന് ഈവനിങ് സൈക്ലിംഗ് ഒന്നും ചെയ്യാൻ പോയില്ല. നമ്മൾ ജസ്റ്റ് ആ നൈറ്റ് പെട്ടെന്ന് തന്നെ ഇരുട്ടി തുടങ്ങും. നമ്മൾ ജസ്റ്റ് ആ നൈറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇത് പെട്ടെന്ന് തന്നെ ഇരുട്ടും. അതിനുശേഷം നമ്മൾ വിചാരിച്ചു നമുക്കൊന്ന് ജസ്റ്റ് ഫ്രണ്ടിൽ ആ സൈഡ് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. നൈറ്റ് വ്യൂ കാണാൻ നല്ല രസമാണ്. ഞാൻ അവിടെ പൂൾ സൈഡിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനിരുന്നു. അപ്പോഴത്തേക്കും ഹസ്ബൻഡ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ, ഔട്ട്സൈഡ് വ്യൂസ്. നൈറ്റിൽ വീഡിയോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണാൻ നല്ല രസമാണ്. ഈ ലൈറ്റ്സിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ കാരണം തന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത്രത്തോളം ക്യാപ്ചർ ചെയ്യാതെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നല്ലോണം അതിരുന്ന് കുറച്ച് ടൈം എൻജോയ് ചെയ്തു. നല്ല പീസ്ഫുൾ നേച്ചർ ആയതുകൊണ്ട് നൈറ്റ് ആണെങ്കിലും ഈവൻ ദോ നല്ലൊരു കാമായിട്ടുള്ളൊരു സറൗണ്ടിങ് ആയത് കാരണം നമുക്കൊരു നല്ലൊരു മൈൻഡ് സെറ്റ് കിട്ടും. അതൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോയി. ഇൻഡോർ ഗെയിമിൻ്റെ ഏരിയ എങ്ങനെ അവിടെ ഫ്രീ ആണോ എന്നൊന്ന് നോക്കാനായിട്ട് പോയി.
അപ്പോൾ അത്യാവശ്യം ഇൻഡോർ ഗെയിമിൻ്റെ അവിടെ ഏരിയ കുറച്ച് തിരക്കായത് കാരണം നമ്മൾ കുറച്ചുകൂടെയൊക്കെ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇൻഡോർ ഗെയിമിൻ്റെ ഏരിയയിൽ തന്നെ മുകളിൽ കുറച്ചൊരു ബാൽക്കണി സ്പേസ് പോലെ ഉണ്ട്, അവിടോട്ടാണ് നമ്മൾ പോയത്. ജസ്റ്റ് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റും താഴോട്ടുള്ള ഫുൾ വ്യൂ നമുക്ക് റിസോർട്ടിൻ്റെ ഒരുവിധം കിട്ടും. അപ്പോൾ അവിടെയും കുറച്ചൊക്കെ നമ്മൾ ചുറ്റിക്കണ്ട് കുറച്ചൊരു ചാറ്റൽ മഴ പോലെയും കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വിചാരിച്ചു നമുക്ക് നമ്മുടെ ഡിന്നർ ബുഫേ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ബുഫേ നല്ല ഫുഡായിരുന്നു. ബുഫേയിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്, നല്ലവണ്ണം ടേബിൾസൊക്കെ എവറിത്തിങ് വാസ് വെരി വെൽ അറേഞ്ച്ഡ്. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇത് എടുക്കാമല്ലോ. അത് കാരണം നമ്മൾ അധികം ടൈം കളഞ്ഞില്ല. നമ്മൾ ജസ്റ്റ് എല്ലായിടും ഒന്ന് ചുറ്റി ഒന്ന് നോക്കി ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഡിന്നർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ ടൈം. ബൈ.